വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബെഡാണ് ഇന്നത്തെ നമ്മുടെ താരം. വെയ്ക്ക് ഫിറ്റിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഓർത്തോ കണ്ടൻറ്റുള്ള ബെഡാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഒരു ബെഡിൻ്റെ റിവ്യൂ ആണെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ എമ്മ മാട്രസിനെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ചിലരുടെ കയ്യിലെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കമ്പനിയാണ് ഈ വെയ്ക്ക് ഫിറ്റ്. നല്ല സൂപ്പറായിട്ടുള്ള മെറ്റീരിയലാണ്, അതുപോലെ തന്നെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മാട്രസ്സാണ് കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന മാട്രസ് ബെഡ് കട്ടിലിൻ്റെ അപ്പുറത്തേക്ക് മാറ്റിയിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എത്രയും മണിക്കൂറുകളൊക്കെ വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അൺബോക്സ് ചെയ്യാണ്. ഇത് വന്നിട്ട് കുറേ ദിവസമായി കേട്ടോ, ഏകദേശം മൂന്നാല് ദിവസങ്ങളോളമായി. പക്ഷേ ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മളിത് അൺബോക്സ് ചെയ്യണത്. അൺബോക്സ് ചെയ്യാനുള്ള ടൂളൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എമ്മ മാട്രസൊക്കെ അല്ലേ, എമ്മ മാട്രസിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൂളാണ്. പക്ഷേ ഇതിലൊരു കേക്ക് കട്ട് ചെയ്യുന്നൊരു നൈഫാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് വന്നപ്പോൾ തന്നെ അത് ബ്രേക്ക് ആയിട്ടുമുണ്ട്, ചെറുതായിട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. രണ്ടാം പ്രാവശ്യം നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അത് പകുതിയിൽ വെച്ചിട്ട് പൊട്ടി. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കത്രിക വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബെഡിലൊക്കെ തട്ടാണ്ട് നമ്മളത് അൺബോക്സ് ചെയ്തിട്ട് അൺബോക്സ് ചെയ്തിട്ട് നല്ലൊരു ടാസ്ക് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ അത്രയും കംപ്രസ് ചെയ്തിട്ടാണ് ഇവരത് ഫോൾഡ് ചെയ്തിട്ടുള്ളതും റാപ്പ് ചെയ്തിട്ടുള്ളതും ഒക്കെ. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത്രയും കെയറോട് കൂടി വേണം അത് ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ബെഡിൽ തട്ടിക്കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് ആവാനും അല്ലെങ്കിൽ കീറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും കെയറോട് കൂടിയാണ് കേട്ടോ ആളത് അൺബോക്സ് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള മാട്രസ്സാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു. സാധനം വരുന്നത് വരെ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് എന്താ പറയുക സെറ്റാവുമോ, അല്ലെങ്കിൽ പറഞ്ഞ അത്രയും ക്വാളിറ്റി ഉണ്ടാവുമോ, അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലി നമുക്കത് സാധനം കിട്ടി. നമ്മൾ അൺബോക്സ് ചെയ്ത് നമ്മളത് കട്ടിലിട്ടപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അത്രയും തന്നെ, അല്ലെങ്കിൽ അതിലുപരിയായിട്ടുള്ള ഒരു വെർത്തായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ ഒരുപാട് എഫേർട്ടിന് ശേഷം അങ്ങനെ അത് അൺബോക്സ് ചെയ്തു, കട്ടിലിലേക്ക് ഇട്ടു. അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അതിൻ്റെ തനത് സ്ഥിതിയിലേക്ക് എത്തിയത്. അത്രയും നേരം നമ്മളത് പൊങ്ങാനായിട്ട്, നമ്മൾ ഇഡ്ഡലി മാവൊക്കെ പൊങ്ങാൻ വേണ്ടി എന്ന് പറയുന്ന പോലെ ബെഡ് അത്യാവശ്യം അതിൻ്റെ ഹൈറ്റ് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വാങ്ങിച്ച ഓൺലൈൻ പ്രോഡക്റ്റ് 100% സക്സസ്ഫുള്ളി നമുക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത് നമ്മൾ കട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേളിൽ ഇടാൻ വേണ്ടിയിട്ടൊരു വാട്ടർ പ്രൂഫിൻ്റെ ബെഡിൻ്റെ കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലിടുന്നത് കാണിച്ചിട്ടില്ല. പക്ഷെ നമ്മളത് ബെഡിന് മുകളിൽ അത് ഇട്ടിട്ടാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. നല്ല കംഫർട്ടായിട്ടുള്ളത് തന്നെയായിരുന്നു. വെള്ളമൊന്നും ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും സൂപ്പറായിട്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെയും നിർമ്മാണം നടന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തുറന്ന ഉടനെ തന്നെ ഇത്ര കട്ടിയുള്ളൂ. പക്ഷേ അതിന് ശേഷം ഒരു ഏകദേശം 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കിന് ഏകദേശം ഇതിനേക്കാട്ടിലൊരു 4-5 സെൻറ്റിമീറ്ററും കൂടി അത് ഉയർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സൂപ്പറായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ ഉറങ്ങാനാണെങ്കിലും ശരി, അതേപോലെ തന്നെ നമുക്ക് ബാക്ക് പെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓർത്തോ സപ്പോർട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. എത്ര പ്രായമായവർക്കും യൂസ് ചെയ്യാം, എത്ര ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാം. നോ ടെൻഷൻ. അപ്പോൾ ഇന്നത്തെ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള കുറേ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും വരേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, സീ യു, താങ്ക് യു.